നമസ്കാരം. നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകത്താകമാനം കോടിക്കണക്കിന് ആരാധകരുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവര കണക്കുകൾ പ്രകാരം ചൈനയിലും അദ്ദേഹം താരമായി മാറി എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് ചൈനയിൽ നിരവധി ആരാധകർ, അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ചൈനയിൽ വർദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പല രീതികളും പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുന്ന ആളുകൾ ചൈനയിലുമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത എന്ന രീതിയിൽ തന്നെ കാണേണ്ടി വരുമെങ്കിലും യാഥാർത്ഥ്യം അതാണ്, സത്യം അതാണ്. ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. മോദിക്ക് ചൈനക്കാർ ഒരു ഓമന പേരും ഇട്ടിട്ടുണ്ട്. ലെവോഷിയൻ എന്നാണ് അദ്ദേഹത്തെ ചൈനയിലെ ജനങ്ങൾ വിളിക്കുന്നത്. അതായത് മരണമില്ലാത്ത മനുഷ്യൻ എന്നാണ് ഈ ചൈനീസ് വാക്കിൻ്റെ അർത്ഥം എന്നും പറയുന്നു. സന്യാസിയെ പോലെയാണ് ചൈനയിലെ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, വസ്ത്രധാരണ രീതി, ശരീരഭാഷ തുടങ്ങിയവയാണ് ചൈനക്കാർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോട് ആരാധന തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്നുകൂടിയുണ്ട്, അദ്ദേഹം സ്വന്തം സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച് ഭാരതീയ സംസ്കാരത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും ചൈനക്കാർ കൃത്യമായി നോക്കിക്കാണുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ അവരുടെ പ്രിയപ്പെട്ട ആളായി മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല രാമക്ഷേത്ര നിർമ്മാണം, അത്തരത്തിലുള്ള ഭാരതീയ സംസ്കാരം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. ഇതിലൊക്കെ തന്നെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചൈനയിൽ നേടിക്കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കൊറോണയ്ക്ക് ശേഷം മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പ്രമുഖരായ പല നേതാക്കൾക്കും അധികാരം നഷ്ടപ്പെട്ടിട്ടും നമ്മുടെ പ്രധാനമന്ത്രി കൊറോണയ്ക്ക് ശേഷവും വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ മറ്റ് രാജ്യ തലവന്മാരൊക്കെ തന്നെ വിസ്മൃതിയിലേക്ക് മറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും തിരിച്ചു വന്നതും ചൈനക്കാർ അഭിമാനത്തോടെ നോക്കിക്കാണുന്നു. ഇതൊക്കെ തന്നെയാണ് ചൈനയിലെ താരമായി നമ്മുടെ പ്രധാനമന്ത്രിയെ മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.